ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നിവയിലൂടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് IT സേവനങ്ങൾ നൽകുന്നതിൽ ഇന്ത്യക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ ഈ ബിസിനസിനെ നയിക്കുന്ന എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളും ചൈന പോലുള്ള മറ്റു രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനിങ് മാനുഫാക്ചറിംഗ്, അതായത് ESDM വ്യവസായത്തെക്കുറിച്ചാണ്. IT, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ടെലികോം, എയ്റോസ്പേസ്, പ്രതിരോധം, വ്യോമയാനം എന്നിവ പോലുള്ള വ്യവസായങ്ങൾക്കായി ഇലക്ട്രോണിക്സ് നിർമ്മിക്കുന്നതിൽ ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നു. നിലവിൽ ആഗോള ഇലക്ട്രോണിക് വിപണിയുടെ മൂല്യം 206.07 ബില്യൺ ഡോളറാണ്. 2030ഓടെ ഇത് 520 ബില്യൺ ഡോളറായി ഉയരുമെന്ന് പറയപ്പെടുന്നു. അതായത് 16.70% CAGR-ലാണ് വളർച്ച. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന വ്യവസായങ്ങളിലൊന്നാണ് ESDM. ഇന്ത്യ ഇപ്പോൾ ഈ മേഖലയിലെ ഒരു കയറ്റുമതി കേന്ദ്രമാകാൻ തയ്യാറായി കഴിഞ്ഞു. ചൈനയ്ക്ക് ഇപ്പോഴും ആഗോള സാങ്കേതിക വിപണിയിൽ ആധിപത്യ സ്ഥാനം തന്നെയാണുള്ളത്. കാരണം വലിച്ചെറിയുന്ന വിലയ്ക്കാണ് അവർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഇത് മറ്റു കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുകയും അവർ വിപണിയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയും ചെയ്യും. എന്നാൽ കോവിഡിന് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ചൈന +1 പോളിസിക്കൊപ്പം ജിയോ പൊളിറ്റിക്കൽ സുരക്ഷാ ആശങ്കകൾ കാരണം പല രാജ്യങ്ങളും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ്. അതോടൊപ്പം ഉൽപാദനശേഷിയിലെ മെച്ചപ്പെട്ട ചിലവ് ഘടനയും ഉണ്ടായ പുരോഗതിക്ക് നന്ദി. കാരണം ഇതോടെ ഇന്ത്യൻ നിർമ്മാതാക്കൾ ആഗോള സാങ്കേതിക ഭീമന്മാരുടെ ശ്രദ്ധ ആകർഷിച്ചു. വരും വർഷങ്ങളിൽ ഉൽപാദനത്തിലുള്ള ഏറ്റവും മികച്ച മേഖലകളൊന്നായി മാറാനും വലിയ വളർച്ച ഉറപ്പാക്കാനും നിരവധി ഘടകങ്ങൾ ഇന്ത്യയെ സഹായിച്ചേക്കാം. 2027 സാമ്പത്തിക വർഷം വരെ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് വ്യവസായം 23% CAGR വളർച്ച നേടിയേക്കും എന്നാണ് JM ഫിനാൻഷ്യൽ അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ കമ്പനിക്ക് രാജ്യത്ത് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമാക്കി. ഈ സംരംഭങ്ങൾ അയഞ്ഞ FDI നയങ്ങൾക്കൊപ്പം ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ ടെക് വ്യവസായത്തിന്റെ സംഭാവന 1.5% നിന്ന് 10% ഉയർത്താൻ ലക്ഷ്യമിടുന്നു. ഇത് 120 ബില്യൺ ഡോളറിന്റെ കയറ്റുമതിക്കും കാരണമായേക്കാം. സർക്കാർ 2023-24 കേന്ദ്ര ബഡ്ജറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് 30,845 കോടി രൂപ അനുവദിച്ചു. കൂടാതെ സെമി കണ്ടക്ടർ IT ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള PLI സ്കീമുകളുടെ ഭാഗമായി ഏകദേശം 80,000 കോടി രൂപയും അനുവദിച്ചിരുന്നു. അതോടൊപ്പം കുറഞ്ഞ കോമ്പറ്റീഷൻ, ഊർജ സ്രോതസ്സുകളുടെ വർദ്ധിച്ച ലഭ്യത, പ്രാദേശികവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ഉയർന്ന ഡിസ്പോസിബിൾ വരുമാനം എന്നിവയും ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകും. മാത്രമല്ല ആഭ്യന്തര ഇലക്ട്രോണിക് ഉൽപാദനം GDP-യിലേക്ക് 5.3% വരെ സംഭാവന ചെയ്യും എന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. JM ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ഔട്ട്ലുക്ക് റിപ്പോർട്ട് അനുസരിച്ച് PCB, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, ഏതാണ്ട് എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും ഒരു നിർണായക ഘടകമാണ് PCB. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ വിഭാഗങ്ങളിലും ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യക്ക് വലിയ അവസരം ഉണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിന്റെ ഉൽപാദനവും അസംബ്ലിയും വരും വർഷങ്ങളിൽ വർദ്ധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. നിലവിൽ PCB വിപണിയുടെ ആഗോള വലിപ്പം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 55,130 ബില്യൺ ഡോളർ ആണ് എന്നാണ്. അതേസമയം ഇന്ത്യൻ വിപണിയുടെ വലിപ്പം 6,556 ബില്യൺ രൂപയുമാണ്. ഉൽപാദന ശക്തി പ്രാപിച്ചാൽ 2026ഓടെ ലോകത്തിലേക്കുള്ള ഇന്ത്യയുടെ PCB സംഭാവന ഏകദേശം 40 ബില്യൺ US ആയിരിക്കും. സെമി കണ്ടക്ടറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെമി കണ്ടക്ടർ വിതരണ ശൃംഖല പ്രശ്നം ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച കഥ നമ്മൾ എല്ലാവരും കേട്ട് കാണും. കാരണം ഇത് ഓട്ടോ ടെക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു നിർണായക അസംസ്കൃത വസ്തുവാണ്. 2021 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ചിപ്പ് ക്ഷാമത്തിൽ പരിഹാരം കാണാൻ ഇന്ത്യൻ സർക്കാർ തായ്വാൻ സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ കൂടിക്കാഴ്ച ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണത്തിന് വഴിയൊരുക്കിയേക്കും എന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തും വന്നിരുന്നു. സോഫ്റ്റ്വെയർ, AI, ഹാർഡ്വെയർ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വ്യവസായം
2030 സാമ്പത്തിക വർഷത്തോടെ 110 ബില്യൺ ഡോളറിലെത്തും. ഇത് ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ 10% വരെ സംഭാവന ചെയ്യും എന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഉൽപാദന യൂണിറ്റുകൾ ഉണ്ടെങ്കിലും നിലവിൽ അവ പ്രധാനമായും ISROയുടെയും DRDOയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഡിമാൻഡിനനുസരിച്ച് നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം 85,000 കോടി രൂപ സർക്കാർ ഇതുവരെ അനുവദിച്ചു. വർദ്ധിച്ചു വരുന്ന നിക്ഷേപങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് OSAT ഇനിയും ആരംഭിക്കാവുന്നതേയുള്ളൂ. നിരവധി നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾക്കും ഇടയിലുള്ള, അതായത് ഈ ഒരു ചിപ്പ് നിർമ്മിക്കുന്നവർക്കും അത് ഉപയോഗിക്കുന്നവർക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഈ OSAT സെഗ്മെന്റ് പ്രവർത്തിക്കുക. ഇനി ഈ മേഖലയുടെ വളർച്ച കണക്കിലെടുത്ത് JM ഫിനാൻഷ്യലിലെ അനലിസ്റ്റുമാർ ബൈ റെക്കമെൻഡേഷൻ നൽകിയ ഏതാനും ഓഹരികളെ കൂടി നമുക്ക് പരിശോധിക്കാം. സിർമ SGS ടെക്നോളജി ലിമിറ്റഡ്. ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ ലഭിക്കുന്ന ശക്തമായ വരുമാന വളർച്ചയാണ് കമ്പനിക്കുള്ളത്. സെമി കണ്ടക്ടർ ഉൽപാദനത്തോടൊപ്പം അടുത്ത 1-2 വർഷത്തിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ച OSAT ബിസിനസ്സിലേക്ക് കടക്കാനുള്ള കമ്പനിയുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 4 കമ്പനികളിൽ ഒരാളാണ് സിർമ. കമ്പനിയുടെ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ TVS മോട്ടോർ, HUL, യുറേക്ക, ഫോബ്സ്, ബോഷ് തുടങ്ങി വളരെ ഡൈവേഴ്സിഫൈഡ് ആയി ആണ് കമ്പനിയുടെ ക്ലയന്റ് ബേസ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ സിർമയുടെ ഓഹരികൾ വ്യാപാരം നടത്തുന്നത് 0.92% ഇടിവോടുകൂടി 532 എന്നൊരു ലെവലിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഓഹരിക്ക് അനലിസ്റ്റുമാർ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് 575 രൂപയാണ്. അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏകദേശം 25%-ലധികം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് സിർമ SGS ടെക്നോളജീസിന് JM ഫിനാൻഷ്യലിന്റെ അനലിസ്റ്റുമാർ നൽകുന്നത്. ഇനി അടുത്ത കമ്പനിയാണ് CNDLM. ഈ കമ്പനി വളരെ സങ്കീർണവും നിയന്ത്രിതവുമായ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. എയ്റോസ്പേസ്, മെഡിക്കൽ ടെക്നോളജി, ഡിഫൻസ്, PCB, കേബിൾ ഹാർനസുകൾ, ബോക്സ് ബിൽഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും അസംബ്ലിയിലും കമ്പനി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. 2000 കോടി രൂപയുടെ ആരോഗ്യകരമായ ഒരു ഓർഡർ ബുക്കും വിശ്വസ്തമായ കസ്റ്റമർ അടിത്തറയുമുള്ളതിനാൽ CN നേട്ടം തുടരുമെന്നാണ് അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ CNന്റെ ഓഹരി നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യാപാരം നടത്തുന്നത് 789 രൂപ എന്നൊരു നിലയിലാണ്. 0.64% ഇടിവാണ് ഇന്നത്തെ വ്യാപാരത്തിൽ ഓഹരികൾ നേരിടുന്നത്. ഈ ഓഹരിക്ക് അനലിസ്റ്റുമാർ നൽകിയിരിക്കുന്ന ടാർഗറ്റ് വില 925 രൂപയാണ്. അതായത് നിലവിലെ പ്രൈസിൽ നിന്നും ഏകദേശം 16%-ലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ. അടുത്ത കമ്പനി അവലോൺ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലും US-ലും നിർമ്മാണ യൂണിറ്റുകളുള്ള ഇന്ത്യയുടെ മുൻനിര EMS പ്ലെയർ ആണ് അവലോൺ. കമ്പനിയുടെ കഴിവുകൾ നോക്കുകയാണെങ്കിൽ PCB രൂപകൽപ്പനയും അസംബ്ലിയും മുതൽ സമ്പൂർണ്ണ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ നിർമ്മാണം വരെ നീളുന്നു. കൂടാതെ വ്യവസായങ്ങൾ മുതൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വരെയുള്ള വൈവിധ്യമാർന്ന മേഖലകൾക്കും കമ്പനി സേവനം നൽകുന്നുണ്ട്. റെയിൽവേ, ഇൻഡസ്ട്രിയൽ തുടങ്ങിയ വിഭാഗങ്ങളിലായി ഏകദേശം 1270 കോടിയുടെ ഓർഡറും അവർ നേടിയിട്ടുണ്ട്. നിലവിൽ കമ്പനിയുടെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യാപാരം നടത്തുന്നത് 524 എന്നൊരു പ്രൈസിലാണ്. ഈ ഒരു ഓഹരിക്ക് അനലിസ്റ്റുമാർ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് 620 രൂപയാണ്. അതായത് 18%-ലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ. അടുത്ത കമ്പനി കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യയാണ്. PCB ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംയോജിത ESDM കമ്പനിയാണ് കെയ്ൻസ്. ഏകദേശം 26 രാജ്യങ്ങളിൽ കെയ്ൻസിന് സാന്നിധ്യവുമുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാര്യമായ വളർച്ചയും കമ്പനി നേടിയിട്ടുണ്ട്. ഇൻഫോസിസ്, അദാനി, ഹിറ്റാച്ചി, HCL, ഹാവൽസ് തുടങ്ങി നിരവധി വമ്പൻ കമ്പനികളുടെ ഒരു ക്ലയന്റ് ബേസും അവർക്കുണ്ട്. ഉയർന്ന വളർച്ചാ പാതയും EV സെഗ്മെന്റിലേക്കുള്ള അവരുടെ ചുവടുവെപ്പും കമ്പനിയെ അതിന്റെ പിയേഴ്സിന്റെ വേഗത്തിൽ, ആ പിയേഴ്സ് വളരുന്നതിനേക്കാൾ അതിവേഗത്തിൽ ഈ ഒരു കമ്പനിക്ക് വളരാൻ സാധിക്കും എന്നാണ് അനലിസ്റ്റുമാർക്ക് പ്രതീക്ഷ നൽകുന്നത്.
ഇന്ന് 3% ഒരു നേട്ടമാണ് കൊയ്യുന്നത്. നിലവിൽ കെയ്ൻസ് ടെക്നോളജീസിന്റെ ഓഹരി 3219 എന്നൊരു നിലയിൽ 3% നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം നടത്തുന്നത്. ഓഹരിക്ക് അനലിസ്റ്റുമാർ നൽകിയിരിക്കുന്ന ടാർഗറ്റ് വില 3410 രൂപയാണ്. അതായത് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏകദേശം 7% അപ്സൈഡ് പൊട്ടൻഷ്യൽ.